ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും മികച്ച റിസൾട്ട് കിട്ടുന്ന ഒരു ബയോളജിക്കൽ ഫിൽറ്ററാണ് നമ്മളിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അക്വേറിയം ഷോപ്പുകളിൽ നിന്ന് 200 രൂപയ്ക്ക് വാങ്ങുന്ന ഫിൽറ്ററിൻ്റെ ഇരട്ടി ഗുണം ചെയ്യുന്ന, എന്നാൽ തീരെ ചിലവ് കുറഞ്ഞ, കാര്യമായ ഒരു ചിലവും ഇല്ലാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു ബയോളജിക്കൽ ഫിൽറ്ററിനെ പറ്റിയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. തീർച്ചയായും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവും. അവസാനം വരെ കാണാൻ ശ്രമിക്കുക. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഒരു നിമിഷം ഗപ്പി പരിപാലനവുമായി ബന്ധപ്പെട്ട വീഡിയോകൾ എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 7 മണിക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് അതിന് ചുവന്ന സബ്സ്ക്രൈബർ ഉണ്ടെന്ന് അമർത്തുക. അത് കഴിഞ്ഞ് വരുന്ന ബെൽ ഐക്കൺ കൂടി ഞെക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് ഏറ്റവും മികച്ച റിസൾട്ട് തരുന്ന ഒരു ബയോളജിക്കൽ ഫിൽറ്ററാണ്. ചുരുങ്ങിയ ചിലവിൽ തന്നെ നമുക്ക് വീട്ടിൽ നിർമ്മിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത് നിർമ്മിച്ചെടുക്കാനായിട്ട് നമുക്കൊരു മിഠായി ചെപ്പ് ആവശ്യമാണ്. അതിനേക്കാൾ അല്പം കൂടെ ഉയരം കൂടിയ ഒരു ഇലക്ട്രിക്കൽ വയറിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു പൈപ്പും നമുക്ക് വേണം. ഇത് രണ്ടും പ്രധാനമായിട്ടുള്ള രണ്ട് സംഗതികൾ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ളത് റെക്രോൺ എന്ന് പറയുന്ന സാധനമാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പുതിയ ഇനം തലയിണകളിലൊക്കെ കാണുന്ന പഞ്ഞിക്ക് പകരം ഉപയോഗിക്കുന്ന സംഗതിയാണ് റെക്രോൺ. അത് കുറച്ച് ആവശ്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ 2 ഇഷ്ടിക കഷ്ണങ്ങൾ ആവശ്യമുണ്ട്. ഇത് ചെറിയ കഷ്ണങ്ങളായിട്ടാണ് നമ്മൾ നമ്മുടെ ഫിൽറ്ററിനകത്ത് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്ര ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനപ്പെട്ട സംഗതികളായി കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടുന്നത് നമ്മളായി എടുത്ത മിഠായി ചെപ്പ്, മിഠായി കുപ്പി നമുക്ക് ചെറിയ ഹോളുകളിട്ട് നമുക്ക് എടുക്കണം. ചെറിയ ചെറിയ സുഷിരങ്ങളിട്ട് നമുക്ക് എടുക്കണം. അപ്പോൾ ഈ സുഷിരങ്ങൾ ഇടുമ്പോൾ ഒരുപാട് വലിയ സുഷിരങ്ങളായി പോകാതിരിക്കുക. ഒരു മീഡിയം സൈസിലുള്ള സുഷിരങ്ങൾ ഇടുക. ഇത് കുപ്പിയുടെ ഒരു 1/4 ഭാഗത്തിന് താഴേക്ക് നിൽക്കുന്ന രീതിയിൽ, 1/4 ഭാഗത്തിന് താഴേക്ക് അടുത്തടുത്തായിട്ട് നമ്മൾ സുഷിരങ്ങൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരുപാട് നമ്മളിതിൽ കാണിക്കുന്നില്ല, അവസാനം നമുക്ക് കാണാം എത്ര വേണമെന്നുള്ളത്. അപ്പോൾ ഈ കാണുന്ന അളവിൽ കുപ്പിയുടെ 1/4 ഭാഗത്തിന് താഴേക്ക്, കുപ്പിയുടെ അടിയിൽ ഉൾപ്പെടെ നമ്മൾ ഈ സുഷിരങ്ങൾ ഇട്ട് കൊടുക്കുക. ഒരുപാട് വീഡിയോയുടെ ലെങ്ത് കൂടി പോകാതിരിക്കാനായിട്ടാണ് മൊത്തം കാണിക്കാത്തത്. അപ്പോൾ ഈ അളവിൽ മൊത്തം നമ്മൾ സുഷിരങ്ങൾ ഇട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫിൽറ്ററിൻ്റെ പണിയുടെ ഒരു 40% കഴിഞ്ഞു എന്ന് നമുക്ക് പറയാം. കുപ്പിയുടെ 1/4 ഭാഗത്തിന് താഴേക്ക് ചെറിയ അളവിലുള്ള ചെറിയ വലിപ്പത്തിലുള്ള സുഷിരങ്ങൾ അടുപ്പിച്ചിട്ട് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മളെടുത്ത ആ PVC ഇലക്ട്രിക്കൽ പൈപ്പ് PVC പൈപ്പ് വേണമെങ്കിൽ ഉപയോഗിക്കാം. സുഷിരങ്ങൾ ഇടാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇലക്ട്രിക്കൽ പൈപ്പ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്തും ചെറിയ സുഷിരങ്ങൾ ഇട്ട് കൊടുക്കുക. അതിൻ്റെയും PVC പൈപ്പിൻ്റെ, ഇലക്ട്രിക്കൽ പൈപ്പിൻ്റെ ഒരു 1/4 ഭാഗത്തിന് താഴേക്ക് നമ്മൾ സുഷിരങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. അതിന് മുകളിലേക്ക് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഈ അളവിൽ, ഈ വീഡിയോയിൽ കാണുന്ന അളവിലുള്ള സുഷിരങ്ങൾ ഇട്ട് കൊടുക്കുക. ഒരുപാട് വലുതായി പോകാതിരിക്കാൻ ശ്രമിക്കുക. അടുത്തടുത്ത് ഇടാനും ശ്രദ്ധിക്കുക. ഇത് അടുത്തടുത്ത് ഇടുന്നതിൻ്റെ ഗുണം ഏറ്റവും കൂടുതൽ എയർ നമ്മുടെ ഈ സുഷിരങ്ങൾ കൂടെ വെളിയിലേക്ക് തള്ളി നല്ല രീതിയിൽ ഫിൽട്രേഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ അളവിൽ നമുക്ക് ഈ പൈപ്പിൽ മൊത്തം സുഷിരങ്ങൾ ഇട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫിൽറ്ററിൻ്റെ, ബയോളജിക്കൽ ഫിൽറ്ററിൻ്റെ പണിയിലൊരു 65% നമുക്കിപ്പോൾ കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ 2 കാര്യങ്ങളായി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സംഗതിയിലേക്ക് കിടക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ താഴെ ഇട്ട സുഷിരത്തിൽ കണക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു T ജോയിൻറ്റും, അക്വേറിയത്തിൻ്റെ എയർലൈൻ പൈപ്പ് കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന T ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ വീഡിയോയിൽ കാണുന്ന ഈ സംഗതിയാണ് T ജോയിൻറ്റ്. അതിനകത്തേക്ക് കണക്ട് ചെയ്യാൻ ഒരു നീളം കൂടിയ എയർലൈൻ പൈപ്പും ഒരു നീളം കുറഞ്ഞ ഒരു എയർലൈൻ ട്യൂബ് എന്ന് നമുക്ക് പറഞ്ഞാൽ അക്വേറിയം ഷോപ്പുകളിൽ ചോദിച്ചാൽ കിട്ടും. എയർലൈൻ ട്യൂബ്, ഒരു നീളം കൂടിയ എയർലൈൻ ട്യൂബും നീളം കുറഞ്ഞ. അപ്പോൾ നീളം കൂടിയ എയർലൈൻ ട്യൂബിൻ്റെ നീളം എന്ന് പറയുന്നത് നമ്മളെ ഇലക്ട്രിക്കൽ പൈപ്പിൻ്റെ നീളത്തിൻ്റെ അതേ നീളത്തിലുള്ള എയർലൈൻ പൈപ്പാണ്. അപ്പോൾ നീളം കൂടിയ പൈപ്പ് നമ്മുടെ T ജോയിൻറ്റിൻ്റെ ഒരു വശത്തും, അതായത് T ജോയിൻറ്റിൻ്റെ 2 എതിർവശങ്ങളിലുള്ള 2 കാലുകളുണ്ട്. അതിനകത്തൊരു കാലിലേക്ക് നമ്മുടെ ഈ നീളം കൂടിയ എയർലൈൻ ട്യൂബ് നമ്മൾ കണക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ എതിർ ദിശയിലുള്ള കാലിലേക്ക് നമ്മുടെ നീളം കുറഞ്ഞ എയർലൈൻ ട്യൂബും കണക്ട് ചെയ്യുക. അപ്പോൾ കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, താഴേക്ക് ഇരിക്കുന്ന കാലിലല്ല കണക്ട് ചെയ്യേണ്ടത്. 2 എതിർ ദിശയിലിരിക്കുന്ന 2 കാലുകളിൽ നീളം കുറഞ്ഞതും നീളം കൂടിയതുമായ എയർലൈൻ ട്യൂബുകൾ നമ്മൾ കണക്ട് ചെയ്തെടുക്കുക. ഇനി നമ്മുടെ ഈ താഴേക്ക് ഇരിക്കുന്ന കാല് നമ്മൾ എവിടെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സുഷിരങ്ങൾ ഇട്ടെടുത്ത ആ ഇലക്ട്രിക്കൽ പൈപ്പിൻ്റെ ഏറ്റവും താഴെ നമ്മൾ ഇതിൻ്റെ പരുവത്തിലൊരു ചെറിയ ഹോളിനകത്തേക്ക് നമ്മൾ ഈ നീളം കുറഞ്ഞ ഈ താഴേക്കിരിക്കുന്ന ഈ T ജോയിൻറ്റിൻ്റെ കാല് നമ്മൾ അതിനകത്തേക്ക് വെച്ച് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ എന്തിനാണ് ഇതിങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ പ്രവർത്തനം നമ്മൾ ഇച്ചിരൂടെ കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്തിനാണ് ഇതിൻ്റെ കാര്യങ്ങൾ, എന്തിനാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് തന്നെ വേണമെന്നുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്തി നമുക്ക് പരീക്ഷിക്കാം. ഏറ്റവും നല്ല റിസൾട്ട് കിട്ടിയ ഒരു രീതിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിങ്ങനെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം.
അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ നീളം കുറഞ്ഞ എയർലൈൻ ട്യൂബ് മടക്കി നമ്മുടെ ഇലക്ട്രിക്കൽ പൈപ്പിൻ്റെ അകത്തേക്ക് വെക്കുക. അപ്പോൾ ഇങ്ങനെ വെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മുകളിൽ നിന്ന് വരുന്ന ആ നീളം കൂടിയ പൈപ്പിലാണ് നമ്മൾ എയർ പമ്പിൽ നിന്നുള്ള ലൈൻ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ എയർ പമ്പിൽ നിന്നുള്ള എയർ മുകളിലത്തെ ട്യൂബ് വഴി നീളം കൂടിയ എയർലൈൻ ട്യൂബ് വഴി വന്ന് ഈ ടീ ജോയിൻറ്റിനകത്തേക്ക് ഇട്ടേക്കുന്ന കാല് വഴി നമ്മുടെ സുഷിരങ്ങൾ ഇട്ടേക്കുന്ന ഇലക്ട്രിക്കൽ പൈപ്പിൻ്റെ അകത്തേക്ക് എയർ പാസ് ചെയ്യുകയും അതിൻ്റെ സുഷിരങ്ങളിൽ കൂടെ പുറത്തേക്ക് വരികയും ചെയ്യും എയർലൈൻ പൈപ്പിൻ്റെ. ഇത്ര ആയിക്കഴിഞ്ഞാൽ നമ്മുടെ മേജറായിട്ടുള്ള പണികളെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇലക്ട്രിക്കൽ പൈപ്പിൻ്റെ അതേ വട്ടത്തിൽ നമ്മുടെ മിഠായി കുപ്പിയുടെ മണ്ടയിലൊരു സുഷിരം ഇട്ട് കൊടുക്കുക. അതിനുശേഷം എയർലൈൻ ട്യൂബിൻ്റെ അതേ കനത്തിലും ഇട്ട വലിയ സുഷിരത്തിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ചെറിയ സുഷിരം കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്ര ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ട്യൂബ് ഇതിനകത്തേക്ക് കണക്ട് ചെയ്യാനുള്ള സംഗതികളായി കഴിഞ്ഞു. അപ്പോൾ ഈ അളവിൽ ഒരു 2 സുഷിരങ്ങളും നമ്മൾ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ സെറ്റ് ചെയ്തെടുത്ത ഈ സംഗതി നമ്മൾ നമ്മുടെ മിഠായി കുപ്പിയുടെ അകത്തേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് ഒരു ബയോളജിക്കൽ ഫിൽറ്റർ വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു സ്പോഞ്ച് ഫിൽറ്ററിനെ പോലെ തന്നെ ഇത് വർക്ക് ചെയ്യും, അതിനേക്കാൾ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യും. നമ്മൾ മുകളിലേക്ക് കൊടുക്കുന്ന നീളം കൂടിയ എയർലൈൻ ട്യൂബ് വഴി നമ്മൾ എയർ നമ്മുടെ ഫിൽറ്ററിനകത്തേക്ക് കടത്തിവിടും. അപ്പോൾ PVC പൈപ്പിൽ ഇലക്ട്രിക്കൽ പൈപ്പിലുള്ള സുഷിരങ്ങളിൽ കൂടെ എയർ പുറത്തേക്ക് തള്ളുകയും ഈ മിഠായി കുപ്പിയിലിട്ടേക്കുന്ന ഹോളുകളിലൂടെ അത് പുറത്തേക്ക് വരികയും ചെയ്യും. അപ്പോൾ ആ ഭാഗത്തെ മർദ്ദം കുറയുകയും മർദ്ദം കുറഞ്ഞ ഭാഗത്തേക്ക് അകത്തേക്ക് ഈ മിഠായി കുപ്പിയുടെ അകത്തേക്ക് വലിച്ചെടുക്കുകയും ചെയ്യും വെള്ളം. അപ്പോൾ വെള്ളം വലിച്ചെടുക്കുമ്പോൾ വെള്ളത്തിലുള്ള അഴുക്ക് അതിൻ്റെ കൂടെ കടന്നു വരികയും ആ വെള്ളം ശുദ്ധിയായിട്ട് പുറത്തേക്ക് പോവുകയും ചെയ്യും. ഇതാണ് നമ്മുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ബയോളജിക്കൽ ഫിൽറ്റർ, ഒരു സ്പോഞ്ച് ഫിൽറ്ററിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഈ റെക്രോൺ നമ്മളിവിടെ ഉപയോഗിക്കുമ്പോൾ ഈ ഫിൽറ്ററിങ് നടക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ അക്വേറിയത്തിലെ നമ്മുടെ ഗ്ലാസ് ടാങ്കിലെ മത്സ്യങ്ങൾ പുറപ്പെടുവിക്കുന്ന വേസ്റ്റ് അമോണിയയെ വിഘടിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ബെനിഫിഷ്യൽ ആയിട്ടുള്ള ബാക്ടീരിയകൾ വളരാനുള്ളൊരു ബെഡ് കൂടെയാണ് നമ്മുടെ ഈ റെക്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ റെക്രോൺ ഫിൽറ്ററും ചെയ്യും, ബാക്ടീരിയകൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു ബെഡായിട്ടും വരും. അപ്പോൾ ആദ്യം നമ്മൾ ഇഷ്ടിക ഇട്ടു, അതിൻ്റെ മുകളിൽ റെക്രോൺ ഇട്ടു, അതിൻ്റെ മുകളിൽ ഇഷ്ടിക ഇട്ടു, വീണ്ടും ഒരു ലെയർ റെക്രോൺ കൂടെ വെച്ചു. അപ്പം 4 ലെയറായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യാനാണ് നമ്മളിത് 4 ലെയറായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം കടയിൽ നിന്ന് വാങ്ങുന്ന 200 രൂപയ്ക്ക് മുകളിൽ നമ്മൾ വാങ്ങുന്ന ഫിൽറ്ററിനേക്കാളും വളരെ മികച്ചൊരു റിസൾട്ടാണ് നമുക്കിതിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്ര ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഫിൽറ്ററിൻ്റെ പണി ഒരു 85% 90% കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് വെളിയിലേക്ക് ഇട്ടിരിക്കുന്ന എയർലൈൻ ട്യൂബിൽ നമ്മുടെ ഒരു എയർലൈൻ കണക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് വാങ്ങാൻ കിട്ടും. ഒരു 2 രൂപയെ നമുക്കിതിന് ചിലവാകത്തുള്ളൂ. എയർലൈൻ കണക്ടർ കണക്ട് ചെയ്തിടുക. ഈ കണക്ടറിൻ്റെ അറ്റത്തേക്കാണ് നമ്മൾ എയർ പമ്പിൽ നിന്നുള്ള കണക്ഷൻ നമ്മുടെ ഫിൽറ്ററിനകത്തേക്ക് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫിൽറ്ററിൻ്റെ പണിയെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ മികച്ച ബയോളജിക്കൽ ഫിൽറ്റർ നമ്മുടെ ഗ്ലാസ് ടാങ്കിൽ വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്ത് നമ്മുടെ ഇതിൻ്റെ വർക്കിംഗ് നമുക്ക് നോക്കാം. കുറച്ച് നേരം ഇതൊന്ന് ഓടിക്കഴിഞ്ഞാൽ, ഈ ഫിൽറ്റർ ഒന്ന് ഓടിക്കഴിഞ്ഞാൽ തന്നെ വെള്ളം നല്ല ക്ലിയർ ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇനി നമ്മൾ ഗ്ലാസ് ടാങ്കിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ എയർലൈനുമായിട്ട് കണക്ട് ചെയ്തു. ഇനി നമ്മൾ ഇതിനകത്ത് നിന്ന് ബബിൾസ് വരുന്നത് നമുക്ക് കാണാം. അപ്പോൾ നല്ലൊരു മികച്ചൊരു ഫിൽറ്ററാണിത്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വെള്ളിയാഴ്ച നല്ലൊരു ടോപ്പിക്കുമായിട്ട് കാണാം.